ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അവധി ദിവസത്തെ ജാതിക്ക പറക്കൽ കണ്ടാലോ? നമുക്ക് കുറേ ജാതി ഉണ്ട് കേട്ടോ. അപ്പം കുട്ടീസ് എല്ലാം കൂടി ഇന്ന് അവധി ആയതുകൊണ്ട് ജാതിക്ക പറക്കാൻ ഇറങ്ങിയേക്കുക. നല്ല മഴയുണ്ടായിരുന്നു. മഴ തുറന്ന സമയം നോക്കി എല്ലാവരും കൂടി ജാതിക്ക പറക്കാൻ ഇറങ്ങിയേക്കുവാണ്. കുട്ടിക്കുറുമ്പൻ വന്നില്ല. കുട്ടിക്കുറുമ്പൻ ഇറങ്ങി വന്നിട്ട് കുറച്ച് കൊതുക് കടിച്ചപ്പോഴത്തേനും കുട്ടിക്കുറുമ്പിന് ഇഷ്ടമായില്ല. അവൻ തിരിച്ചു കയറി പോയിട്ടുണ്ട്. കണ്ടോ, ജാതിപത്രിയാണ് ഇത്. കുട്ടീസൊക്കെ നല്ല മത്സരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. പറക്കുന്ന വെറുതെ ഒന്നും അല്ല കേട്ടോ, വിറ്റ് കഴിയുമ്പോൾ പകുതി പൈസ ഇങ്ങോട്ട് തന്നേക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാട്ടോ പൊട്ടിച്ചെടുക്കുന്നത്. മറ്റേ പുറത്തെ സാധനം നമ്മൾ ഉപയോഗിക്കും, അത് ഉണങ്ങി അച്ചാറിടാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ പലതും കിട്ടുമ്പോൾ നമുക്കെല്ലാം ചീത്തയായിരിക്കും പുറത്തെ സാധനം, അത് കൊടുത്താൽ വിലയും ഇല്ല. പിന്നെ ഇത് കണ്ടോ, മറ്റേ കൃഷ്ണകിരീടം എന്ന് പറയുന്ന പൂവാണല്ലേ ഇത്. ഓണം ആയതുകൊണ്ട് പറമ്പ് നിറച്ച് നിൽപ്പുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയത് കൊണ്ട് എടുത്താണ് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോഴും പറക്കൽ നടന്നുകൊണ്ടിരിക്കുവാണേ, പറക്കി കഴിഞ്ഞിട്ടില്ല. കുറേ ജാതിയുണ്ട്, എല്ലാത്തിൻ്റെയും ചോട്ടിൽ കൂടെ പോയി പറക്കണമല്ലോ. അപ്പോൾ ചേട്ടനും അനിയനും കൂടെ പറക്കിക്കൊണ്ടിരിക്കുക. മറ്റേത് എൻ്റെ നാത്തൂൻ്റെ കൊച്ചാണ് കേട്ടോ. പോത്തുകൂട്ടന്മാർ രണ്ടും പുല്ല് തിന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം പിറക്കിലൊക്കെ നിർത്തി ഞങ്ങൾ കയറിപ്പോകാനുള്ള പരിപാടിയിലാണ്. ഭയങ്കര കൊതുകാണ് പറമ്പ് നിറച്ച്. പിന്നെ ഇതുണ്ടോ, മുക്കുറ്റി നിറച്ചുണ്ട് കേട്ടോ പറമ്പിൽ കൂടെ. ഇപ്പോൾ ഓണമൊക്കെ ആയപ്പോഴത്തേനും ആണെന്ന് തോന്നുന്നു, കുറേ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. മുക്കുറ്റി പിന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. പിന്നെ പ്ലാവ് നിറച്ച് ചക്ക നിൽപ്പുണ്ട്. പക്ഷെ ഇത് നല്ല ഉയരത്തിലായതുകൊണ്ട് പറിക്കാൻ നല്ല പാടാണ്. അങ്ങനെ നിൽക്കുന്നില്ല, നമ്മളെപ്പോഴേ പറിച്ചാണ്. ഇവിടെ നിൽപ്പുണ്ട് കുറേ കൃഷ്ണകിരീടം, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുട്ടീസൊക്കെ കയറിപ്പോകാനുള്ള പരിപാടിയിലാണ്. ഇത് വേലിച്ചീര എന്ന് പറയുന്ന ചീര കേട്ടോ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന ചീരയാണ്. പിന്നെ മുരിങ്ങയിലുണ്ട്, മുരിങ്ങ നിൽപ്പുണ്ട്. കായൊന്നുമില്ല, കായൊക്കെ സീസണൊക്കെ കഴിഞ്ഞു. ഇപ്പം മുരിങ്ങയില നമ്മൾ പറിച്ച് കറി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഷോയ്ക്ക് നിൽക്കുന്ന ഇല്ലിയാണ്, ഇല്ലിച്ചെടി. ഇഷ്ടംപോലെ പേരയ്ക്കുണ്ട് കേട്ടോ, ആർക്കും വേണ്ട. പക്ഷി കൊത്തി വെറുതെ പോവാണ് പേരയ്ക്കെല്ലാം. പിന്നെ ദാണ്ട് വരുന്നു കേട്ടോ കുട്ടിക്കുറുമ്പൻ ഇതിൽ നടപ്പുണ്ടായിരുന്നേ. പറമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ബഹളം വെച്ച് തിരിച്ച് കയറിപ്പോകുന്നതാണ്. ഒരു 4 മണിച്ചെടി നിൽപ്പുണ്ട്. പല കളറിലുണ്ട് കേട്ടോ നിപ്പ്. ഇതിപ്പോൾ വെള്ളയാണ്. പിന്നെ റോസാച്ചെടി ഉണ്ട്, കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നിപ്പ്. പിന്നെ പിറക്കി ജാതിക്കെല്ലാം മഴയായതുകൊണ്ട് നമ്മൾ അടുപ്പിൻ്റെ മേളിൽ ഡിഷ് വെച്ച് ഉണങ്ങാൻ വെച്ചു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങാറുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് ഇവിടെ കൊണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുവാണ്. കുട്ടിക്കുറുമ്പി റംബൂട്ടാൻ പറിക്കാനുള്ള ശ്രമത്തിലാണ്. റംബൂട്ടാൻ പറിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറിക്കാൻ പറ്റുന്നില്ല. എന്നോട് പറിച്ചു കൊടുക്കാനാണ് പറയുന്നത്. വീണ്ടും പോയി എന്ത് ചെയ്താൽ അവൾക്ക് പറിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ റംബൂട്ടാനൊന്നും പറിച്ചു കൊടുക്കാറില്ല കേട്ടോ. ഇട്ടിട്ട് പോയേ, എന്നോട് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ മാമനും മോനും കൂടെ ഷട്ടിൽ ബാറ്റ് കളിക്കുക. കോർക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാനുള്ള പരിപാടിയിലാണ് വാവച്ചിനെ കൂട്ടാഞ്ഞിട്ട് വാവച്ചിക്ക് സഹിക്കുന്നില്ല. എന്നിട്ട് വാവച്ചി കോർക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടി നടപ്പുണ്ടായി. വാവച്ചിനെ കൂട്ടാത്തതിൻ്റെ വിഷമത്തിലാണ്. പിന്നെ കളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് ഗ്രില്ലടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് ചെയ്യുന്ന. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കനലൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി എല്ലാം സെറ്റാക്കി ഗ്രില്ലടിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും കാര്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു തരത്തിൽ പപ്പടം കുത്തി വെച്ച് തിരിച്ചിടാൻ നോക്കുവാണേ, ഒരു രക്ഷയില്ല. എന്നിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ തിരിച്ചിടാൻ നോക്കി. നമുക്ക് ഈ ചൂടൊന്നും വലിയ പുത്തിരിയല്ലല്ലോ.
അങ്ങനെ അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും സംഗതി ഏറ്റു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ ഗൈസ്. ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.